ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആ യൂട്യൂബ് ചാനൽ. ഞാനാണ് ആദ്ര ശരണ്യ പോൾ, നിങ്ങളുടെ പൊന്നിക്കുട്ടൻ. ഈ കാണുന്നത് പയ്യെ പയ്യെ മുട്ടുകുത്തി ആടാൻ തുടങ്ങിയ എന്നെ പപ്പ പണി ഇടിപ്പിക്കുന്നതാണ് ഗൈസ്. ഞാൻ പാവം ഓരോരോ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നീങ്ങി നീങ്ങി പിടിക്കാൻ നോക്കും. പപ്പ അത് നീക്കി വയ്ക്കും. അപ്പോൾ പപ്പയ്ക്കൊരു ദിവസം ഒരു രസം ഇച്ചിരി അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ അമ്മയാണോ പപ്പയാണോ എനിക്ക് ഓർമ്മയില്ല, ആരോ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. പാൽ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോയതാ. ഞാനത് പിടിക്കാനോ നോക്കി. ഇപ്പോൾ പപ്പ ദേ വീഡിയോ എടുക്കാൻ തുടങ്ങി. പിടിച്ച് ഒരുവിധം എത്തിയപ്പോഴത്തേക്കും ഇച്ചിരി നീക്കി വെച്ചിട്ട് പറയാം, ഇത് ലെവൽ 1, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പൊന്നിക്കുട്ടിനൊരു സമ്മാനം ഉണ്ടെന്ന്. പാവം ഞാൻ അതൊക്കെ വിശ്വസിച്ച് കഷ്ടപ്പെട്ട് നീങ്ങി ഒരുവിധം അതിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു ഗൈസ്. പിന്നെ ഞാനത് എൻ്റെ ഫുൾ ജോഷിൽ കൈപ്പെടുത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പപ്പ പറഞ്ഞ എന്താ സർപ്രൈസ് ഗിഫ്റ്റ് എന്നറിയോ, കുറച്ചും കൂടി ദൂരെ എടുത്തേക്കലാണെന്ന്. പിന്നെ ഞാനര മോളെ, എനിക്കുമില്ലേ വാശി, ഞാനും അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നീങ്ങി എൻ്റെ കൈ കൊണ്ടും വായു കൊണ്ടും അതും പിന്നെ ഞാൻ എടുത്തു ഗൈസ്. ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി നേരം എന്നെ ഇവർ എടുത്തുകൊണ്ട് കിടക്കുന്നത്. പക്ഷെ ഇതും അവരുടെ ഒരു ഭയങ്കര വലിയ പ്ലാനായിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, നീ തന്നെ തുപ്പിയിട്ടെടുത്തേക്ക്, നീ തന്നെ തുടച്ചോളാൻ. പിന്നെ ഇത്രയൊക്കെ നോക്കി വളർത്തുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനും അനുസരിച്ച് അവിടെ എവിടെയൊക്കെ തുടച്ചു കൊടുത്തു. പിന്നെ ഞാൻ നല്ല മൂഡിലായിരുന്നത് കൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല. പിന്നെ ഈ അപ്പൻ്റെ അമ്മയുടെ അല്ലേ മോള്, എനിക്ക് വലിയ വാശി, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്ന് അവിടെ നിന്ന് അമ്മ പപ്പയെ ചീത്ത പറഞ്ഞിട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാതി, എല്ലാം ഞാൻ കാണിച്ചു തരാതി. ഞാനിതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഞാൻ ലെവൽ അച്ചീവ് ചെയ്യും എന്ന് പറഞ്ഞ് അച്ചീവ് ചെയ്ത് നേരെ അമ്മയെ നോക്കി കാന്ന് പറഞ്ഞു. അപ്പതേ അമ്മ അതും എടുത്തു വെച്ചു. മതിയെന്ന് പറഞ്ഞു. പപ്പയുണ്ടോ വിടണു. പപ്പ അതെടുത്ത് നല്ല ദൂരെ വെച്ചു ഗൈസ്. എന്നിട്ട് പറയാം ലെവൽ 3 ആയതെന്ന്. എന്നാൽ പിന്നെ ലെവൽ 1 ലെവൽ 2 ഞാൻ ക്ലിയർ ചെയ്തല്ലേ, ലെവൽ 3 കൂടി ഇവർക്ക് ഞാൻ ക്ലിയർ ചെയ്ത് കാണിച്ച് കൊടുത്തേക്കാം. പിന്നെ സാധാരണ ഈ കളി കളിക്കുമ്പോൾ ഞാൻ മൂത്ത് വയ്ക്കും. ഇത് മുൻകൂട്ടി കണ്ടിട്ടാന്ന് തോന്നുന്നു. ഈ കളി എന്നെ കളിപ്പിക്കുന്നതിന് മുമ്പ് പപ്പയെ സ്നഗിതിച്ചു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്ത് വയ്ക്കാൻ വേണ്ടി ഞാൻ കിടന്നു പോയത്തപ്പോഴും രക്ഷയില്ല, മൂത്ത് നിലത്ത് പോയില്ല. നനഞ്ഞൊന്നും പറഞ്ഞ് എനിക്ക് കരയാനും പറ്റൂലല്ലോ. എന്നാൽ പിന്നെ ഈ പരിപാടിയും കൂടി അങ്ങ് തീർത്ത് കളഞ്ഞേക്കാം. ഇനി ഈ പരിപാടി പറ്റൂലെന്നും അമ്മ അവിടെ നിന്ന് പപ്പയെ ചീത്ത പറയണം ഞാൻ കേട്ടു. എന്നാൽ പിന്നെ ഈ പരിപാടി വേഗം തീർത്ത് കഴിഞ്ഞാൽ അമ്മേനെ എത്തുകൊണ്ട് പോവും, ചുമ്മ തരും, എനിക്ക് പാപ്പൻ തരും, എന്നെ വാവോർക്കും. ഈ ഒരു പ്രതീക്ഷയിൽ ഞാൻ അങ്ങനെ നോക്കി കഷ്ടപ്പെട്ട് കരഞ്ഞ് ചിനിങ്ങി അപ്പം നോക്കിയപ്പോൾ ഉണ്ടടാ എൻ്റെ കിളി തലകുത്തിയിരിക്കണു. കിളി വേണോ ബിബ് വേണോ? കിളിയെ പിന്നെയും കിട്ടും, ബിബ് തന്നെ എടുത്തേക്കാന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഞാൻ നീങ്ങി ഒരുവിധം അതിൻ്റെ അടുത്തെത്തി. കൈ എത്തിച്ചിട്ട് അങ്ങോട്ട് എത്തണില്ലല്ലോ. ഹായ് നല്ല വള. ഇത് എന്ന് കാണണല്ലേ. ഒന്ന് വാ ഇങ്ങോട്ടേക്ക്. കിട്ടി. പോയി. അമ്പതാ, ഞാനത് പിടിച്ചതാ. എൻ്റെ അടുത്ത് ആ കളി. ഞാൻ ഇച്ചിരിയും കൂടി ആയിക്കോട്ടെ, ഇവർക്ക് ഇതേപോലെ ഓടാനുള്ള അവസരമൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി എന്താണാവോ എനിക്ക് അടുത്ത് തരാൻ പോണ പണി. എന്തായാലും ഇന്നത്തേക്കുള്ളതായിട്ടുണ്ട്. അപ്പം അത്തോളൂ, ബൈ ഗൈസ്.